ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള അന്വേഷിക്കുന്നതിന് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം കേരള സർക്കാർ രൂപീകരിച്ചിട്ടുള്ളത്. സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെ നിയന്ത്രണങ്ങൾ ഇപ്പോഴും ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന പിണറായി വിജയന്റെ കൈകളിൽ തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് 90 ദിവസം കഴിഞ്ഞിട്ടും സ്വർണ്ണക്കൊള്ള കേസിൽ പിടിക്കപ്പെട്ട CPM-ന്റെ നേതാക്കന്മാർക്ക് ജാമ്യം കിട്ടുന്നതിന് വേണ്ടിയിട്ട് അവിടെ കുറ്റപത്രം സമർപ്പിക്കാതിരുന്നത്. സ്വർണ്ണക്കൊള്ള കേസിലെ മുഖ്യപ്രതിയായിട്ടുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഫോട്ടോയാണ് ഇപ്പോൾ വിവാദമായിട്ടുള്ളത്. കൃഷ്ണൻ പോറ്റി കേരളത്തിന്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോടൊപ്പം ഫോട്ടോ എടുത്തിട്ടുണ്ട്, ദേവസ്വം ബോർഡ് വകുപ്പ് മന്ത്രിയോടൊപ്പം ഫോട്ടോ എടുത്തിട്ടുണ്ട്, മുൻ ദേവസ്വം വകുപ്പ് മന്ത്രിയോടൊപ്പം ഫോട്ടോ എടുത്തിട്ടുണ്ട്. ഇതൊക്കെ കഴിഞ്ഞ 10 വർഷം അധികാരത്തിലില്ലായിരുന്ന കോൺഗ്രസിന്റെ ഒരു നേതാവിനോടൊപ്പം ഫോട്ടോ എടുത്തു എന്ന് പറഞ്ഞിട്ടാണ് അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്യാൻ വിളിച്ചിട്ടുള്ളത്. അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്യാൻ വിളിക്കുകയും അടൂർ പ്രകാശിനെ കൃത്യമായി ചോദ്യം ചെയ്ത് വിട്ടയക്കുകയും ചെയ്തു. കോന്നി MLA ആയിട്ടുള്ള CPM-ന്റെ നേതാവാണ് പത്മകുമാറിനെ ചോദ്യം ചെയ്ത അന്ന് തന്നെ അറസ്റ്റ് രേഖപ്പെടുത്തുകയുണ്ടായി. കഴക്കൂട്ടം MLA കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്തു. നിലവിലെ ദേവസ്വം ബോർഡ് വകുപ്പ് മന്ത്രിയായിട്ടുള്ള CPM-ന്റെ നേതാവ് വാസവനെ ഇതുവരെ ചോദ്യം ചെയ്തിട്ടില്ല എന്നുള്ളത് വ്യക്തമാണ്. വാസവനോടൊപ്പം നിരവധി ഫോട്ടോകളാണ് സ്വർണ്ണക്കൊള്ള കേസിലെ പ്രധാന പ്രതിയായിട്ടുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റി എടുത്തിട്ടുള്ളത്. അടൂർ പ്രകാശിനെ ഇപ്പോൾ ചോദ്യം ചെയ്യുന്നത് SIT കുറ്റപത്രം ഇതുവരെയും കോടതിയിൽ സമർപ്പിക്കാതെ പ്രതികളായിട്ടുള്ളവർക്ക് ജാമ്യം കിട്ടിയതിനു ശേഷം അടൂർ പ്രകാശിലേക്ക് അന്വേഷണം പോകുന്നത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം, ഐക്യജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം യാതൊരു വിധത്തിലുള്ള ആശങ്കകളുമില്ല. കേരളത്തിലെ കോൺഗ്രസിനെ സമ്മർദ്ദത്തിലാക്കാൻ ശ്രമിക്കുന്ന ഇടതുപക്ഷ ഒരു സമീപനമായിട്ട് ഇത് ജനങ്ങൾ കാണുകയുള്ളൂ. കോൺഗ്രസ് കഴിഞ്ഞ 10 വർഷത്തിൽ അധികാരത്തിലില്ല. കഴിഞ്ഞ 10 വർഷമായി കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്ന പിണറായി വിജയന്റെ സർക്കാരിന്റെ സമയത്താണ് സ്വർണ്ണക്കൊള്ള ശബരിമലയിൽ നടന്നിട്ടുള്ളത്. ആ സ്വർണ്ണക്കൊള്ള കേസിലെ പ്രതികളെ പിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതിന് തൊണ്ടി മുതൽ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. അന്വേഷണം പ്രോപ്പറായിട്ട് നടത്തുന്നതിന് വേണ്ടി ഈ ഗവൺമെന്റിന് കഴിയുന്നില്ല എന്നുള്ളത് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ കണ്ടെത്തലാണ്. ഈ കാലയളവിലാണ് കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കടന്നുപോയത്. കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലെ പ്രധാനപ്പെട്ട ഒരു ചർച്ചാ വിഷയം ശബരിമല സ്വർണ്ണക്കടത്തായിരുന്നു, ശബരിമല സ്വർണ്ണക്കൊള്ളയായിരുന്നു. അതുകൊണ്ട് തന്നെ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിന്നും CPM-നും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കും സ്വർണ്ണക്കൊള്ളയിൽ നിന്നും രക്ഷപ്പെടുന്നതിന് വേണ്ടി എങ്ങനെയെങ്കിലും അടൂർ പ്രകാശിലൂടെ കോൺഗ്രസിലേക്ക് കൊണ്ടുവന്ന് അതിൽ നിന്നും രക്ഷപ്പെടാനാണ് ശ്രമിക്കുന്നതെങ്കിൽ സാക്ഷാൽ ശബരിമല ഭഗവാൻ നിങ്ങളെ രക്ഷപ്പെടുത്താൻ അനുവദിക്കുകയില്ല. കേരളത്തിലെ അയ്യപ്പ വിശ്വാസികൾ, കേരളത്തിലുള്ള സാധാരണപ്പെട്ട ജനങ്ങൾ, അവരെ സംരക്ഷിക്കേണ്ടിയിരുന്ന, അവരുടെ ആചാരങ്ങൾ സംരക്ഷിക്കേണ്ടിയിരുന്ന, അവരുടെ ജീവനും സ്വത്തും സംരക്ഷിക്കേണ്ടിയിരുന്ന ഒരു സർക്കാർ, ആ സർക്കാർ സ്പോൺസർ ചെയ്ത ഒരു കൊള്ളയാണ്. ആ കൊള്ളയ്ക്ക് നേതൃത്വം കൊടുത്ത ആളുകളെ സംരക്ഷിക്കുന്ന നിലപാടാണ് പിണറായി വിജയന്റെ ഗവൺമെന്റ് എടുത്തുകൊണ്ടിരിക്കുന്നത്. സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ പോലും സംശയത്തിന്റെ മുൾമുനയിൽ നിർത്തിയിരിക്കുന്ന പിണറായി വിജയന്റെ ഇടപെടലുകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് വളരെ വ്യക്തമാണ്. അടൂർ പ്രകാശ് ഈ കാര്യത്തിൽ വളരെ നിരപരാധിയാണ്. അദ്ദേഹത്തോടൊപ്പം ഫോട്ടോ എടുത്തിട്ടുണ്ടെങ്കിൽ അത് ചോദ്യം ചെയ്ത് കണ്ടെത്തുവാനുള്ള അന്വേഷണ ഏജൻസിക്ക് നേതൃത്വം കൊടുക്കുന്നത് പിണറായി വിജയന്റെ സർക്കാരാണ്. ആ പിണറായി വിജയന്റെ സർക്കാരിന് അത് കഴിഞ്ഞില്ലെങ്കിൽ എന്തിനാണ് നിങ്ങൾ ആ ഭരണത്തിൽ ഇരിക്കുന്നത് എന്ന് ന്യായമായി ഒരാൾ ചോദിച്ചാൽ ഉത്തരം പറയാനുണ്ടോ സഖാക്കന്മാരെ?